തിരുവല്ല മുത്തൂർ രാമൻചിറയിൽ ടൂറിസ്റ്റ് ബസ്സും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പെയിന്റ് തൊഴിലാളി മരിച്ചു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തിരുവല്ല മുത്തൂർ രാമൻചിറയിൽ ടൂറിസ്റ്റ് ബസ്സും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് ഇരുചക്ര വാഹനത്തിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച യുവാക്കളെ ഇടിച്ചിടുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ മുത്തൂർ ചാലക്കുഴി കൊച്ചുപറമ്പിൽ വീട്ടിൽ ജോസ് എന്നറിയപ്പെടുന്ന തോമസ് ജോർജ് ആണ് മരിച്ചത്. മന്നത്ത് കിഴക്കേതിൽ സന്തോഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇരുവരും പെയിന്റിംഗ് തൊഴിലാളികളാണ്. അപകടം കണ്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ സന്തോഷിനെ ഓട്ടോറിക്ഷയിൽ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ ഇവിടെ ഓൺലൈൻ തട്ടുകടയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് യാത്രികൻ വന്ന് പരിചയമുള്ള ആളാണ് പറഞ്ഞിട്ട് ഒരു ബസ്സിൻ്റെ അടിയിലോട്ട് 2 ബൈക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട്, ബൈക്കിൻ്റെ അടിയിൽ 2 പേര് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന ആളെ ബസ്സിനടിയിൽ നിന്ന് വലിച്ചൂരിയെടുക്കുക. അപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും തിരിക്കില്ല, അവർ അനക്കമുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേയാൾ നമ്മുടെ ഈ പെടലി ഒടിഞ്ഞ് ഒരു വശം തിരിഞ്ഞ് പെടലി ഒടിഞ്ഞതുപോലെ കിടക്കുക, ആ രീതി കിടക്കുക. ഇത് ഏത് ഭാഗത്തുനിന്ന് വരുമായിരുന്നു ബസ്? ഞാൻ കണ്ടവർ പറഞ്ഞത് ഈ ഭാഗത്ത് ബസ് അടൂരിൽ നിന്ന് വരുമായിരുന്നു. അടൂരിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുമായിരുന്നു, യാത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. ബസ് ചരിയോ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല. ബസ് നടുക്കായിട്ട് നിൽക്കുമായിരുന്നു. ഈ സ്കൂട്ടർ ഏത് ഭാഗത്തുനിന്ന് വന്നതെന്ന് എന്തെങ്കിലും അറിയോ? സ്കൂട്ടർ മുത്തൂർ ഭാഗത്തു നിന്ന് വന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് റോങ് സൈഡാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇവർ പിന്നെ തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്നവരാണ്. അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാമറ നോക്കിയാലേ അറിയത്തുള്ളൂ. ബസ്സിൽ ക്യാമറ ഉണ്ടെന്നാണ് ബസ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് നോക്കിയാലേ അറിയുള്ളൂ. CDNet ന്യൂസ് മാവേലിക്കര.